ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിനത്തിൽ പരിശുദ്ധാത്മാവിൽ നിറയാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട, ദൈവത്തിന് വസിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു വിശുദ്ധ ആലയമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, എൻ നാഥനേ, നിന്നിൽ ഞാൻ ചാരും എൻ പ്രിയനേ. യേശുവേ, എൻ നാഥനേ, നിന്നിൽ ഞാൻ ചാരും എൻ പ്രിയനേ. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിങ്ങളുടെ ആത്മാവിനെ വർഷിക്കണമേ. നിങ്ങളുടെ വലിയ സ്നേഹം, നിങ്ങളുടെ വലിയ സാന്നിധ്യം ഇന്ന് അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടവരുത്തണമേ. ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പൈശാചിക ശക്തികളിൽ നിന്നുള്ള വിടുതലും മാനസാന്തരങ്ങളും ഒക്കെ ദൈവമേ ചൊരിയണമേ. കർത്താവേ, നിന്റെ കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന് നമുക്ക് നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് നമുക്ക് നൽകുന്ന വചനം വളരെയധികം കൃപയുടെ വചനമാണ്. ഇത് ഹൃദയത്തിൽ സ്വീകരിച്ച് സ്വന്തമാക്കിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം, ഈശോയോട് പ്രാർത്ഥിക്കണം. വിശുദ്ധിയുടെ വചനമാണ് നമ്മൾ ധ്യാനിക്കാൻ പോവുക. വിശുദ്ധിയുടെ മഹത്വം, വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നമ്മുടെ ആത്മശരീരങ്ങളെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് അനേക കുടുംബങ്ങളിലേക്ക് അഭിഷേകത്തിന് തടസ്സമായി നിൽക്കുന്ന ഈ അന്ധകാര ശക്തി, ഹോസിയ 5:4 പറയുന്ന വ്യഭിചാരത്തിൻ്റെ ആസക്തികൾ, ദുർഭൂതങ്ങൾ വിട്ടുപോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ശരീരത്തെ പരിശുദ്ധാത്മാവിനോട് സമർപ്പിക്കുകയും ചെയ്യാം. വചനം കേൾക്കാം. 1 കൊരിന്ത്യർ 6 12 മുതൽ 20 വരെയുള്ള തിരുവചനം. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. പ്രസ്തുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ നമ്മയും അവിടുന്ന് ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കാമെന്നോ? ഒരിക്കലുമില്ല. വേശ്യയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായി തീരുന്നു. വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവേൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധ്യാനാവസരങ്ങളിൽ കാണാറുണ്ട് ഈ ജഡിക പാപങ്ങളുടെ പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്ന ജീവിതങ്ങളിലേക്ക് കർത്താവിൻ്റെ കൃപയൊഴുകുന്ന കാണാൻ പറ്റും, അരൂപി നിറയുന്ന കാണാൻ പറ്റും. കഴിഞ്ഞ നാളുകളിൽ ഒരു സഹോദരൻ, അദ്ദേഹം ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നു. അദ്ദേഹം പറഞ്ഞാൽ ഞാനിതുപോലെ ജഡിക പാപങ്ങളുടെ അടിമത്തത്തിലായിരുന്നു. ധ്യാനം കൂടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം എന്നിലുണ്ടായി, ഒരു വിടുതലുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ 7 മാസം 8 മാസത്തോളം കഴിഞ്ഞു, പിന്നെ ഒരിക്കൽ പോലും ആ പാപത്തിൻ്റെ അശുദ്ധ വഴിയിലൂടെ പോയിട്ടില്ല. ആഗ്രഹം തന്നെ ഉള്ളിൽ നിന്ന് പോയി, നോർമലായി കൃപയിലായെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. അതെ, ഇന്ന് പല കുടുംബങ്ങളും ജീവിതങ്ങളെയും ഈ പൈശാചിക ശക്തി ബന്ധിച്ചിട്ടിരിക്കുക. കുടുംബങ്ങളെ ബന്ധിച്ചിരിക്കുക. ഈ രോഗങ്ങളൊക്കെ വരുന്ന പല മേഖല കാണാൻ പറ്റും. ഈ തിന്മയുടെ ശക്തി ബന്ധിച്ചിട്ടിരിക്കുക. വ്യഭിചാരം, സ്വയം ഭോഗം, സ്വവർഗരതികൾ, ബ്ലൂ ഫിലിമുകൾക്ക് അടിമപ്പെട്ട ജീവിതങ്ങൾ, ഇൻ്റർനെറ്റിനൊക്കെ അടിമപ്പെട്ട ജീവിതങ്ങൾ, ചില യുവാക്കൾ, യുവതികൾ, ചില കൊച്ചു കുഞ്ഞുങ്ങൾ പോലും
അടിമകളായിട്ട് തീർന്ന് കാണാൻ പറ്റും. മൊബൈൽ ഫോണുകളിലൊക്കെ തെറ്റായ കൂട്ടുകെട്ടുകൾ, ചില ഫേസ്ബുക്കിലൊക്കെ കയറിയിട്ട് മ്ലേച്ഛതയുടെ വഴിയിലൂടെ പോകുന്ന മക്കൾ, അതുപോലുള്ള വഴികളെല്ലാം കണ്ടുപിടിച്ച് പാപത്തിൻ്റെ എവിടെയെല്ലാം വേശ്യകളുണ്ടോ, അല്ലെങ്കിൽ എവിടെയെല്ലാം മ്ലേച്ഛ പാപം ചെയ്യുന്ന പുരുഷന്മാരുണ്ടോ, സ്ത്രീകളുണ്ടോ, അതെല്ലാം കണ്ടുപിടിച്ച് ആ വഴിയിലൂടെ പോകുന്ന ജീവിതങ്ങളെ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സാത്താൻ നിങ്ങളെ നശിപ്പിക്കും. സാത്താൻ നിങ്ങൾ നശിപ്പിക്കും. ദൈവം നൽകിയിരിക്കുന്ന ലൈംഗികത അത് വിശുദ്ധമാണ്. അത് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിക്കാനും കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനും പരസ്പരം സ്നേഹിക്കാനും കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനായി ദൈവം കൊടുത്തിരിക്കുന്ന ശ്രേഷ്ഠമായ കഴിവ്, അനുഗ്രഹത്തിൻ്റെ കഴിവ്, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ കൃപ, അത് നശിപ്പിക്കരുത്. അത് കളയുമ്പോൾ ആ തിന്മ ചെയ്യുമ്പോൾ ആ തിന്മയിലൂടെ പോകുന്ന വ്യക്തികൾ, കുടുംബങ്ങളിൽ നിന്ന് സാത്താൻ കയറുകയാണ്. അതാണ് പൈശാചിക ബന്ധനം കാണാൻ പറ്റും. ചില വ്യക്തികൾ ഭയങ്കരമായ ബന്ധനത്തിന് അടിമകളാണ്. അവിഹിത ബന്ധങ്ങൾ ഇത് വരുമ്പോൾ അത് ശരിക്കും നശിക്കുക. ഓർത്തോണം, ക്രൈസ്തവനെപ്പോഴും ഓർക്കേണ്ട ഒരു വചനമുണ്ട്. അതായത് ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ്റെ മേൽ സഭ, തിരുസഭ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിശുദ്ധീകരിച്ചുകൊണ്ട് അവൻ്റെ മേൽ ജലമൊഴിച്ചുകൊണ്ട് അവൻ്റെ മേൽ തൈലം പൂശിക്കൊണ്ട് അവനെ പരിശുദ്ധാത്മാവിൽ നിറച്ചു കഴിയുമ്പോൾ അവൻ്റെ ശരീരത്തിൽ ആ നിമിഷം മുതൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് അവൻ്റെ ശരീരത്തിൽ കുടികൊള്ളുന്നുണ്ട്. ആ നിമിഷം മുതൽ നമ്മുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഞാൻ പറയാറുണ്ട്, സുവിശേഷ വേല ചെയ്യുമ്പോൾ ശരിക്കുമ്പോൾ അവിടെ അത്ഭുതം അല്ലെങ്കിൽ അടയാളോ അല്ലെങ്കിൽ വിടുതൽ നടക്കുന്നു, ബന്ധനം ഒഴിഞ്ഞു പോകുന്നു, ഇതൊന്നും നമ്മുടെ ആരുടെയും കഴിവല്ല. നമുക്ക് ആർക്കൊരു കഴിവില്ല. നമ്മളൊക്കെ ശരീരമാണ്. ഈ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ്, അരൂപി വെളിപ്പെടുന്നു. ആ വെളിപ്പെടുമ്പോഴാണ് സംഭവം. വരങ്ങളൊക്കെ വെളിപ്പെടുന്നു. വരങ്ങൾ വെളിപ്പെടുന്നത് ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ്. ഇന്ന് ഒരുപാട് ഹൃദയങ്ങൾ അറിയാം. അവർ ഭാഷാവരത്തിൽ സ്തുതിക്കുന്നവരുണ്ട്, ചിലപ്പോൾ രോഗശാന്തി വരമുണ്ട്, വചനപ്രഘോഷണ വരമുണ്ട്, നേതൃത്വ വരമുണ്ട്, വിശ്വാസ വരമുണ്ട്, വിശുദ്ധിയുടെ വരമുണ്ട്. അനേകം വരങ്ങൾ പ്രവർത്തിക്കുന്ന കാണാൻ പറ്റും. ഈ വരങ്ങൾ ഇവിടെ എന്തുകൊണ്ടോ എങ്ങനെ ഉണ്ടാകുന്നു? ഈ വരങ്ങളുടെ ഉത്ഭവസ്ഥാനം പരിശുദ്ധാത്മാവ്. ജ്ഞാനസ്നാനത്തിലൂടെ നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആത്മാവിൽ നിലനിൽപ്പുണ്ട്. ആ ആത്മാവിൻ്റെ പ്രകടമായ വെളിപ്പെടുത്തല. അങ്ങനെയാണ് ഈ ഉള്ള മുഴുവൻ ആളുകളുടെയും, അത് ക്രൈസ്തവനായാലും അക്രൈസ്തവനായാലും ഒക്കെ ഓർത്തുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ മേലുണ്ട്. ആ വലിയ സാന്നിധ്യത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരിക്കലും നീ പാപം ചെയ്യാൻ പാടില്ല. പക്ഷേ സാത്താൻ്റെ ബുദ്ധി എന്താ? ഈ പാപങ്ങൾ ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ ഈ കൃപ, ഈ ശക്തി നമുക്ക് നഷ്ടപ്പെട്ടു പോവുക. പഠിച്ച് ഉയർന്നു പോകേണ്ട ഒരു കുട്ടി, ആ കുട്ടിയെ അവൻ വേറെ കാര്യങ്ങളിൽ അവൻ തലയിട്ട് കഴിയുമ്പോൾ അവൻ ചില പ്രത്യേക മേഖലയിലേക്ക് പോകുന്നു, പാപത്തിൻ്റെ വഴിയിട്ട് പോകും, അല്ലെങ്കിൽ അവൻ ടെലിവിഷൻ്റെ മുമ്പിൽ പോയിരിക്കുന്നു. അപ്പോൾ പിന്നെ അവന് പഠിക്കാൻ പറ്റില്ല. അവൻ്റെ കഴിവ് ശോഷിച്ചു പോവുക, അവനെല്ലാം പോകുകയാണ്. അത് ഇങ്ങനെ കഴിവായിട്ട് വളർന്നു വരുന്ന ഒരുവൻ മദ്യമാത്രയ്ക്ക് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവന് മെൻ്റലായി തീരുക, മാനസിക രോഗിയായിട്ട് പോലും തീരുക, മുഴുവൻ കളയുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പവർ നിന്നോട് വെളിപ്പെടേണ്ടതാണ്. പക്ഷേ ഈ തിന്മ ചെയ്ത് നശിപ്പിക്കുക. അതാണ് സാത്താൻ ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ നശിപ്പിക്കാനായിട്ട് അവൻ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്ന 3 വലിയ തിന്മകളെക്കുറിച്ച് ലൂക്കാസ് സുവിശേഷം പറയുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 21-34 വചനം: സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് നിബന്ധിക്കുകയും ചെയ്യാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കുവിൻ എന്ന് പറയുന്നു. വീണ്ടും കാണാൻ പറ്റും യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 15, 16, 17: ലോകത്തുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവൻ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ജഡത്തിൻ്റെ ദുരാശ, ആഗ്രഹം, അതാണ് ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ആഗ്രഹങ്ങൾ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, സ്വർഗപിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഇത്തരം പാപങ്ങൾ അടിമപ്പെട്ട മക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ഭയങ്കര വിമർശിക്കുന്നവർ, അവർ കുറ്റം പറയുന്നവർ, അവർ ഭാര്യയെ വഞ്ചിക്കുന്നവർ, ഭർത്താവിനെ വഞ്ചിക്കുന്നവർ, കുടുംബം തകരും. ഇത്തരം പാപമുള്ള ഒരു അപ്പനോ അമ്മയോ മകനോ മകളോ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളിലേക്കും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാകും. അതിന് ബന്ധനം, അതാണ് സാത്താൻ്റെ പറഞ്ഞു. അവിടെ ജോലിയും ഭാവിയും കുടുംബത്തെയും മക്കളൊക്കെ ജീവിതത്തെ മുഴുവൻ ബാധിക്കും. അതാണ് പാപം ഇരുന്നതാണ്. പാപം ഉള്ളിരുന്ന് അത് ജീവിതത്തെ മുഴുവൻ ബാധിക്കും. യോന കപ്പലിനകത്തിരിക്കുമ്പോൾ ആ കപ്പലിലുള്ളവരെ മുഴുവനെ ഇത് ബാധിക്കുക. അവിടെ യാത്രയെ തന്നെ ബാധിക്കുക. മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കടലിൽ കിടന്നുകൊണ്ട് ഈ കപ്പൽ വട്ടം കറങ്ങുക.
അതാണ് പല കുടുംബങ്ങളിൽ നശിപ്പിക്കുന്നു. വലിയൊരു മാരകമായ പാപമാണ്, പൈശാചിക ബന്ധനമാണ് ഈ ജഡിക പാപത്തിൻ്റെ മേഖല. ഈ ജഡിക മേഖലയിൽ നിന്ന് വിടൽ കിട്ടണമെങ്കിൽ ഒരു വ്യക്തി ആദ്യം ചിന്തിക്കേണ്ടത് എൻ്റെ ശരീരം എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു മെറ്റീരിയൽ ബോഡിയല്ല, ഒരു വസ്തു മാത്രം, വസ്തു അല്ല. അതിനപ്പുറത്ത് എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്, ഈശോ വസിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, ഈശോയുടെ സാന്നിധ്യം എൻ്റെ ഉള്ളിലുണ്ട്, പ്രകടമായിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ട് ആ ഈശോയെ സ്നേഹിക്കാൻ, അങ്ങനെ ഞാൻ എൻ്റെ ശരീരത്തെ ബഹുമാനിക്കാൻ തുടങ്ങണം. ബഹുമാനിക്കുന്നത്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ, ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നത് പോലെ, പരിശുദ്ധ കുർബാന എന്ന ഈശോയുടെ തിരുശരീരത്തെ സ്നേഹിക്കുന്നത് പോലെ ഓരോ ക്രൈസ്തവനും, ഓരോ വ്യക്തിയും തൻ്റെ ശരീരത്തെ ബഹുമാനിക്കാൻ പഠിക്കണം. ആ ശരീരത്തിൽ വസിക്കുന്ന ദൈവത്തെ അവൻ തിരിച്ചറിയണം. അതാണ് വളർച്ച, അതാണ് അഭിഷേകം. അല്ലെങ്കിൽ ഇത് ബന്ധന മക്കളെ, ഇത് രോഗങ്ങളിലേക്കും തകർച്ചകളിലേക്കും നയിക്കും. ചിലരുണ്ട്, ചില മ്ലേച്ഛ ചിത്രങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്നു, രാവും പകൽ ഈ പാപത്തിൽ കഴിയുന്നു, മ്ലേച്ഛ കൂട്ടുകെട്ടുകൾ തേടിപ്പോകുന്നു, ഇത്തരം ബിസിനസ്സുകൾ ഏർപ്പെടുന്നു. ഓർത്തുകൊള്ളുക, നാശത്തിൻ്റെ പാപത്തിൻ്റെ വഴികളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ അനർത്ഥങ്ങൾ, സാമ്പത്തിക തകർച്ച, കുടുംബ തകർച്ച, രോഗങ്ങൾ, കെടുതികൾ, ഒരുപാട് ദുരന്തങ്ങൾ വിളിച്ചു വരുത്തും. ഇത്തരം പാപങ്ങളുടെ ഒരു ഫലമായിട്ട് അത് തന്നെ അത് വിളിച്ചു വരുന്നത് കാണാൻ പറ്റും. ആണ് പൗലോസ് പറയുക, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, അതെല്ലാം പ്രയോജനകരമല്ല, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നൊന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ആഹാരം ഉദരത്തിനും, ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. പ്രസ്തുത ശരീരം കർത്താവിനും, കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. ഓരോ ക്രൈസ്തവനും ഓർക്കണം, മാമോദീസായിലൂടെ നിന്റെ ശരീരത്തെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നിന്റെ ആത്മാവിനെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, ഈശോ തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അതാണ് ശരിക്കും 1 കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ ശരീരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 1 കൊരിന്ത്യർ 3:16-17 നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ എന്ന് പറയുകയാണ്. വീണ്ടും 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. ഓരോ ക്രൈസ്തവനും വിലയ്ക്ക് വാങ്ങപ്പെട്ടത്, ക്രിസ്തുവിൻ്റെ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടത്. എൻ്റെ ശരീരം ഈശോയുടെ ശരീരമാണ്. അവിടെ വചനം പറയാം, പൗലോസ് പറയുകയാണ്, അതായത് ശരീരം കർത്താവിനും, കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. എൻ്റെ മേലുള്ള ശരീരത്തിന് മേൽ ഈശോയ്ക്കാണ് അധികാരം, ഈശോ വിലയ്ക്ക് വാങ്ങിയ ശരീരമാണ്. അപ്പോൾ ഈശോയുടെ ഇഷ്ടപ്രകാരമാണ് ഈ ശരീരം കൊണ്ടുപോകേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഒരിക്കൽ നമ്മുടെ ശരീരം വിശുദ്ധിയുള്ള ശരീരമായിട്ട് മാറുക. വിശുദ്ധരുടെ ശരീരം, അനേക സ്ഥലങ്ങൾ വിശുദ്ധരുടെ ശരീരത്തിൽ അത്ഭുതം നടക്കാറുണ്ട്. അനേക സ്ഥലങ്ങൾ ആളുകൾ വിശുദ്ധരുടെ ശരീരത്തിന് പോയി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ കിട്ടുന്ന കാണാൻ പറ്റും. പുണ്യപ്പെട്ട ശരീരമായിട്ട് മാറുക. പുണ്യപ്പെട്ട ശരീരമായിട്ട് മാറണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് നമ്മുടെ ശരീരത്തെ ഈ അശുദ്ധ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ ഉപേക്ഷിച്ച് പോകണം. ഒരാത്മാവിനെ ഓർത്ത് നരകത്തിയിലേക്ക് തള്ളിക്കളയുന്ന, അല്ലെങ്കിൽ അത്രപരമായിട്ട് നാശത്തിലേക്ക് നയിക്കുന്ന പാപമാണ് ഈ മ്ലേച്ഛ പാപം. വിശുദ്ധ ജോൺ മരി വിയാനി പറയുന്നുണ്ട്, ഒരാത്മാവിനെ നരകത്തിലേക്ക് തള്ളിയിടുന്ന ഒരു പാപമാണ്, ഒരു വ്യക്തിയെ തകർത്ത് കളയുന്ന തിന്മയാണ് മ്ലേച്ഛപാപം. മ്ലേച്ഛമായ ബന്ധങ്ങൾ, മ്ലേച്ഛമായ സംസാരങ്ങൾ, മ്ലേച്ഛമായ വസ്ത്രധാരണങ്ങൾ, മ്ലേച്ഛമായ രീതികൾ, മ്ലേച്ഛമായ സംസാരം, ഇതെല്ലാം തന്നെ നമ്മളെ നശിപ്പിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് നീ തിരിച്ചറിയേണ്ടത്, ഓരോ ക്രൈസ്തവനും നിൻ്റെ ശരീരം കർത്താവിൻ്റെ ശരീരം, കർത്താവ് വിലയ്ക്ക് വാങ്ങിയ ശരീരം. ആ ശരീരത്തിൽ നീ ദൈവത്തിനായിട്ട് കാഴ്ചവെക്കുക. ഒരു പുഷ്പം നമ്മൾ ബലിപീഠത്തിൽ വെക്കുമ്പോൾ മാലിന്യമില്ലാത്ത ഒരു പുഷ്പം എടുത്ത് വെക്കുക, ദൈവത്തിന് സമർപ്പിച്ചൊരു പുഷ്പം എന്ന് പറയുന്ന പോലെ എൻ്റെ ശരീരം, എൻ്റെ ജീവിതം ഞാൻ ഈശോയ്ക്ക് വിട്ടുകൊടുത്ത്, പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്ത് എല്ലാം ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയപ്പെടണം. വലിയ മാനസാന്തരങ്ങൾ, ചില പാപത്തിൻ്റെ വഴികളെല്ലാം നമ്മൾ നിർത്തലാക്കണം, കൂട്ടുകെട്ട് നിർത്തലാക്കണം. എന്നിട്ട് നീ പറയണം, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക പറയണം, ഇന്നു മുതൽ എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ് ഞാൻ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. ഞാൻ I surrender my whole body, mind and soul ഈശോയ്ക്കും കൊടുക്കുക. എൻ്റെ ശരീരവും മനസ്സും ആത്മാവും ബുദ്ധി എല്ലാം കർത്താവിന് കൊടുത്തിട്ട് കർത്താവിൻ്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കുക. അതാണ് മക്കളുടെ വിശ്വാസത്തിൻ്റെ കൃപ. അതാണ് വലിയ കൃപയാണത്. അത് വിശുദ്ധി ഭയങ്കര കൃപയാണ്. ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കൃപയാണ് വിശുദ്ധി. അതാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 7-9 വചനം നമുക്കറിയാം. അതായത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. വിശുദ്ധിയുള്ളവർക്ക് ദൈവത്തെ കാണാൻ പറ്റും, ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കാൻ പറ്റും, ദൈവത്തെ കാണാൻ പറ്റും, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും, ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടും. ഇന്ന് മനുഷ്യനിൽ ഈ പാപം കയറുക പഴയ നിയമത്തിലൊക്കെ കാണാൻ പറ്റും. ഈ മ്ലേച്ഛ പാപം അതിൻ്റെ അങ്ങേറ്റം വരുമ്പോൾ ആ മേഖലയിലേക്ക് പോകുമ്പോഴേക്കും കുടുംബങ്ങളും വ്യക്തികളും സമൂഹങ്ങളും ഒക്കെ തകരുക. മദ്യം, സെക്സ്,
പണം, ഈ മൂന്ന് മേഖലയിൽ പാപത്തിൻ്റെ വെള്ളിലേക്ക് പോകുന്ന മക്കൾ ഓർത്തോണം. മദ്യപാനം, സെക്ഷൽ സിൻസ്, അതുപോലെ പണത്തിന് വേണ്ടി ജീവിക്കുന്ന മക്കൾ, അത്തരം കുടുംബങ്ങളും വ്യക്തികളും ഭയങ്കര പ്രശ്നക്കാരാണ്. കുടുംബത്തിൻ്റെ പ്രശ്നക്കാരാണ്. അത്ര അപ്പനും അമ്മയൊക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ ബന്ധനമാണത്. അതാണ് പൈസ, ആ കെട്ടഴിയണം. അത് സാത്താൻ്റെ കെട്ടാണത്. അത് ബുദ്ധിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് വേറെ ചിന്തിക്കാൻ പറ്റിയല്ല. ഇതിനുവേണ്ടി അവൻ ഓടുകയാണ്. ഈ ഓട്ടത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, അപകടം ഉണ്ടാകുന്നു, മരണങ്ങൾ പോലും സംഭവിക്കുന്നു, അനർത്ഥങ്ങളുണ്ടാകുന്നു, സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നു, ജീവിതം തന്നെ തകർന്നു പോകുന്നു കാണാൻ പറ്റും. അതുകൊണ്ട് മ്ലേച്ഛഭാവം, ആ പാപത്തോട് വിട പറയാനുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കണം. ആ മേഖല വിശുദ്ധി, ശരീരത്തിൻ്റെ പരിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല കുമ്പസാരം നടത്തിക്കൊണ്ട് ജീവിതത്തിൽ പോകുന്നത് ഈ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കാൻ, അനുദപിക്കാൻ ഏറ്റുപറയാൻ തയ്യാറാകണം. അങ്ങനെ നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിനും ദൈവത്തിനും കാഴ്ചവെച്ചേ അപ്പോൾ കാണാം ദൈവം നമ്മൾ ഉയർത്തും. നമ്മുടെ ഇന്നത്തെ ഈ പ്രശ്നങ്ങളെല്ലാം മാറും. കുടുംബത്തിൽ നിന്നുള്ള ഈ തിന്മയുടെ സ്വാധീനം വിട്ടു. എനിക്കറിയാം, ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ചില മക്കൾ വന്നിട്ട് ധ്യാനം കൂടുമ്പോൾ അവർ ഈ പാപത്തിൻ്റെ മേഖല പറഞ്ഞിട്ട് കരഞ്ഞൊരു കുമ്പസാരം കഴിഞ്ഞിട്ട് പിന്നീട് അവർ സാക്ഷ്യപ്പെടുത്തും, അച്ചു ഈ പാപത്തോട് വിട പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ജോലി മേഖലയിൽ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി, ഞങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി, ഞങ്ങളുടെ മക്കളിൽ അത്ഭുതം നടക്കാൻ തുടങ്ങി, ഞങ്ങളുടെ ജീവിതങ്ങൾ അത്ഭുതം നടക്കാൻ തുടങ്ങി, രോഗശാന്തി ഉണ്ടാകുന്ന ഭയങ്കര വിടുതൽ. ഒരുപാട് യുവജനങ്ങളൊക്കെ വന്നിട്ട് പ്രാർത്ഥന മേടിക്കാറുണ്ട്. ഈ പൈശാചി ബന്ധം വിട്ടുമാച്ചൊന്ന് പ്രാർത്ഥിക്കാന്ന് പറയും. ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ അവർ ശരിക്കും ഞാൻ മക്കളെ അനുദപിക്കും, വീണ്ടും അനുദപിക്കും, പശ്ചാത്തപിക്കും, തിരുത്തി കഴിയുമ്പോഴേക്കും ദൈവം അവരെ എടുത്തുകൊണ്ട് ഉയർത്തുന്ന കാണാൻ പറ്റും, ദൈവം വളർത്തുന്ന കാണാൻ പറ്റും. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുണ്യമാണ് ഒരു വ്യക്തി ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ് അവൻ്റെ ശരീരവും മനസ്സ് ആത്മാവ് വിശുദ്ധമായി സൂക്ഷിക്കുന്നു. ദൈവസന്നിധിയിൽ നിൽക്കാൻ ഒരുവനെ യോഗ്യനാക്കി തീർക്കുന്ന ശ്രേഷ്ഠമായ അഭിഷേകത്തിൻ്റെ ഒരു പുണ്യമാണ് വിശുദ്ധി എന്ന പുണ്യം. അത് ഒരിക്കലും മറന്നേക്കരുത്. വിശുദ്ധിക്ക് വിലയുണ്ട്, ദൈവസന്നിധിയിൽ ഭയങ്കര വിലയുണ്ട്. ലോകത്തിൽ വലിയ വിലയും ചിലപ്പം പറയാലായിരിക്കും, പക്ഷെ ലോകത്തിൽ പോലും വിശുദ്ധിയുള്ളവനേ വിലയുള്ളൂ. വിശുദ്ധിയുള്ളവന് ഒരു പെങ്കൊച്ച് പാപം ചെയ്യാത്തിടത്തോളം കാലം അതിന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതിന് വിലയുണ്ട്, അതിൻ്റെ സ്കൂളിന് വിലയുണ്ട്, വീട്ടിൽ വിലയുണ്ട്, നാട്ടുകാരുടെ വിലയുണ്ട്. പക്ഷെ പാപത്തിലേക്ക് എപ്പോൾ അവൾ സമ്മതം കൊടുക്കുന്നു, അന്നു മുതൽ അവൾ ആരുടെ കൂടെ പാപം ചെയ്യുന്നു, അന്നു മുതൽ അവളുടെ വില പോയി, അവളുടെ നിലവാരം പോയി, അവളെ കാണുന്നത് വേറൊരു കണ്ണില, വേറെ ബോധ്യം വരുന്നു. ഇതുപോലെ തന്നെയാണ് ഒരു പുരുഷനും പാപം ചെയ്യുന്നതിനും വരെയും അവന് വിലയുണ്ട്. സമൂഹത്തിലും കുടുംബത്തിലും എല്ലായിടത്തും അവൻ തലയുയർത്തി പിടിച്ച് നടക്കാം. അവൻ്റെ മക്കളുടെ മുമ്പിൽ നിൽക്കാം, അവരുടെ സഹോദരങ്ങളുടെ മുമ്പിൽ നിൽക്കാം, കൂട്ടുകാരുടെ മുമ്പിൽ നിൽക്കാം. അഡ്രസ്സുണ്ട്. അവർ പറയും അവൻ കുഴപ്പമില്ല, അവൻ നല്ലതാ, അവൻ മിടുക്കനാ, കൃപയുള്ളവനാ, അവൻ പേടിക്കണ്ട, അവനങ്ങനെ വളയുന്നവനല്ല, തെറ്റ് ചെയ്യാത്തവൻ, വിശുദ്ധനാ, അവൻ പാപത്തിലേക്ക് അവൻ വഴിയില്ല, അവൻ അഡ്രസ്സുണ്ട്. പക്ഷേ എപ്പോൾ അവൻ തല കുനിച്ചോ അപ്പോഴവൻ്റെ അഡ്രസ്സ് പോയി, അവൻ്റെ വില പോയി, അവന് വേറൊരു വിലയാണ്, തകർന്നൊരു വില, പാപത്തിൻ്റെ വില. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പാപം അതാണ് ചില ജടിക പാപങ്ങൾ, രഹസ്യമായ ജടിക പാപങ്ങൾ, രഹസ്യമായ ചില സ്വയംഭോഗം പോലത്തെ മ്ലേച്ഛ പാപങ്ങൾ ചെയ്യുന്ന ആളുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അതവൻ്റെ വില അവന് പോയി, പിന്നെ അവനോടുള്ള മതിപ്പ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ എല്ലാം പുതുക്കി പണിയാൻ കഴിവുള്ളവനാ, തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവന്, നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവം ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തി എത്രയാണ്. കുമ്പസാരത്തിലൂടെ സഭ നമുക്ക് വിശുദ്ധീകരണം, ഒരു നല്ല കുമ്പസാരം നടത്തി, നല്ല അനുതാപം നടത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പിശാച് നമ്മൾ വിട്ടുപോകും. ഈ പിശാചിനെ ബഹിഷ്കരിക്കണം. ഇത് ബഹിഷ്കരിക്കപ്പെട്ടാലേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ തിന്മേഴ്ചത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും വളരാൻ നോക്കിയാൽ അത് പിശാച് പറയുന്നത്, നിന്നെ വളർത്താൻ പറയും, നശിപ്പിക്കാൻ കൊണ്ടുപോവുക, കൊല്ലാൻ കൊണ്ടുപോവുക. ഇല്ല, അതാണ് യോഹന്നാന്റെ സുവിശേഷം 10:10 പറയുന്ന പോലെ, കള്ളം വരുന്നത് മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനുമാണ്. മോഷ്ടിക്കാൻ, കൊല്ലാൻ, നശിപ്പിക്കാനാണ് സാത്താൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറയാൻ ആരെല്ലാം കൊതിക്കുന്നോ അവരെല്ലാം ജീവിതത്തിലുണ്ടാകേണ്ട ഏറ്റവും വലിയ കാര്യമാണ് വിശുദ്ധി, ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധി. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ചില ബന്ധങ്ങൾ, ചില രഹസ്യ കൂട്ടുകെട്ടുകൾ, ഫോൺ കണക്ഷൻസുകൾ, പിന്നെ യുവതികൾ കാണാൻ പറ്റും. ഭയങ്കര പ്രശ്നമായിട്ടുള്ളത് കുടുംബങ്ങൾ അനുഭവിക്കുക, ഭയങ്കര പ്രോബ്ലം. എന്താ വിശുദ്ധിയില്ല. കാരണം എന്താ? പലതും കുടുംബത്തിൽ തന്നെയാണ്. മാതാപിതാക്കൾ ടെലിവിഷനും എല്ലാം തുറന്നു വെച്ച് എല്ലാ പാപങ്ങളും കാണിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ച് എല്ലാം കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം തുറന്നു വെച്ചപ്പോഴേക്കും ജീവിതം വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുക. അനേകം ധൂർത്തപുത്രന്മാരും ധൂർത്തപുത്രികളായി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരെല്ലാം ഓർത്തു വിശ്വാസവും പ്രാർത്ഥനയും ദൈവഭയവും അൾത്താരബന്ധവും സഭാബന്ധവും ഒക്കെ ഉപേക്ഷിച്ച് പോകുന്ന മക്കളൊക്കെ ധൂർത്തപുത്രയായിട്ട് പോവുക. അവസാനം ഇതിനൊരു പോയി തുടങ്ങിയാൽ പിന്നെ അത് എവിടെ പോയി എത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിന്മയിൽ പോകുന്ന എവിടം വരെ എത്തിച്ചേരും? ഒരിക്കലും സ്വർഗത്തിൽ എത്തിച്ചേരത്തില്ല. അവൻ പോകുന്ന ഒരു ചെളിക്കുഴിയില്ല, പന്നിക്കുഴിയിലോട്ടാണ് പോകുന്നത്. ഈ യാത്ര എങ്ങോട്ടാണ്? ഇന്നിപ്പോൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നാളെ വീണ്ടും യാത്ര തുടരുക. എങ്ങോട്ട്? ഇവൻ്റെ യാത്ര അല്ല ഇവളുടെ യാത്ര പോകുന്നത് പന്നിക്കുഴിയിലേക്കാണ്.
അവിടെ നിന്ന് പിന്നെ മാനസാന്തരത്തിലേക്ക് വരുന്നത് അത് കുറവാണ്. എല്ലാവർക്കും ഒന്നും പറ്റിയല്ല മക്കളെ. മാനസാന്തരം ഒരു കൃപയാണ്. മാനസാന്തരത്തേക്ക് വരണമെങ്കിൽ അവിടെ നമ്മൾ അല്പം എളിമപ്പെട്ടു കൊടുക്കണം. എളിമപ്പെടാൻ തയ്യാറില്ലെങ്കിൽ അവിടെ വീണ്ടും താന്നു പോകുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കിട്ടിയിരിക്കുന്ന വിശുദ്ധിയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വീണ്ടും വചനം ഒന്ന് വായിച്ചു തീർക്കട്ടെ. ആത്മാവിൻ്റെ നിറവിനായിട്ട് പ്രാർത്ഥിക്കാൻ പോവുക. വേശ്യയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്കറിവുള്ളതല്ലേ? എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായിട്ട് തീരുന്നു. നമ്മൾ ആരോട് യോജിക്കുന്നു ആ ആത്മാവ് നമ്മൾ നിറയും. വേശ്യയുടെ ആണെങ്കിൽ വേശ്യയുടെ ആത്മാവ്, വ്യഭിചാരിയുടെ ആണെങ്കിൽ അവളുടെ ആത്മാവ്, അവളുടെ ദുഷ്ടപിശാച് ശരീരത്തോട് കയറുകയാണ്. വളരെ ചിത്രങ്ങൾ കാണുമ്പോൾ ആ പിശാച്, ആ ശക്തി കയറി നിന്നിൽ ആവസിക്കുക. ആ നിമിഷം മുതൽ അവനെപ്പോലെ അവളെപ്പോലെ നീ പെരുമാറുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ തുറന്ന് ഈ വചനം എടുക്കുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ നിറയാനായിട്ട് കൊതിയോടെ ആഗ്രഹിക്കുന്ന ഒരു തലമുറയോട് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ശരീരത്തെ ദൈവത്തിന് ശരീരത്തെ വിട്ടുകൊടുക്കാതെ നമുക്കൊരിക്കലും കൃപയിൽ വളരാനായിട്ട് സാധ്യമല്ല. ഇത്തരം പാപത്തിൻ്റെ അംശമെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതോർത്ത് അനുദപിക്കാനും പശ്ചാത്തപിക്കാനും കണ്ണുനീരൊടുക്കാനും നമുക്ക് തയ്യാറാകാം. അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം. വീണ്ടും പൗലോസ് പറയുകയാണ്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. അതായത് ഒരുവൻ പാപം ചെയ്യാതിരിക്കുമ്പോൾ അവൻ പറയുന്നത് എന്താണ്? എൻ്റെ ശരീരം കർത്താവിന് വിട്ടുകൊടുത്തു. കർത്താവിന് കൊടുത്ത ശരീരം, കർത്താവിന് കൊടുത്ത മനസ്സ്, കർത്താവിന് കൊടുത്ത ആത്മാവ്, അതാണ് ഒരുവൻ ഏറ്റു പറയുന്നത്. ഇത് കർത്താവിന് കൊടുത്തത്. അതുകൊണ്ടാണ് വേറെ കൊടുക്കാൻ പാടില്ല. ഇത് കർത്താവിന് കൊടുത്തത്. അതൊരു കാലം ഏറ്റുപറയും. വിശ്വാസത്തിലൂടെ ഈശോയെ കണ്ടുകൊണ്ട് തന്നെ സമർപ്പിക്കുന്ന ജീവിതമായിട്ട് തരിക. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ തീരുമാനമെടുക്കുക. ഇന്നു മുതൽ എൻ്റെ ശരീരത്തിൻ്റെ മേൽ അവകാശം ഈശോയ്ക്കാണ്. എൻ്റെ മനസ്സിൻ്റെ മേൽ, എൻ്റെ ചിന്തയുടെ മേൽ എൻ്റെ എല്ലാം ഈശോ ആയിരിക്കും എന്ന് ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുവചനം തേനിലുമധികം ദൈവമേ നാവിലുമധുരം പ്രിയതരം വിശുദ്ധിയുടെ വചനങ്ങൾ തിരുവചനം തേനിലുമധികം ദൈവമേ നാവിലുമധുരം പ്രിയതരം നന്ദി പറയുന്നു. എന്നെന്നും ധ്യാനിപ്പാൻ അന്നു നൽകിയിടും സ്വർഗീയ ഭോജ്യമാനയതേ. എന്നെന്നും സാന്നിധ്യം കൊണ്ട് നിങ്ങൾ നിറയ്ക്കണം. അന്നു നൽകി അഭിഷേകം കൊണ്ട് നിറയ്ക്കണം. സ്വർഗീയ ഭോജ്യമാനയതേ. എന്നേശുവേ എന്നാഥനേ നിന്നിൽ ഞാൻ ചാരും എൻ പ്രിയനേ. ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധമാക്കണമേ. ശരീരത്തെ അശുദ്ധമാക്കുന്ന പാപബന്ധനങ്ങൾ അഴിയട്ടെ യേശുനാമത്തിൽ. വ്യഭിചാരത്തിൻ്റെയും സ്വയംഭോഗം, സ്വർഗരതികൾ, മ്ലേച്ഛ ചിത്രങ്ങൾ ഇവയ്ക്ക് അടിമപ്പെട്ട് ജഡത്തെ മലിനമാക്കിയിരിക്കുന്ന വിറ്റിരിക്കുന്ന മക്കളുടെ മേൽ കർത്താവിന് കരുണയായിരിക്കണമേ. ഈ സമയത്ത് അങ്ങയുടെ വിശുദ്ധി അവരുടെ ഹൃദയങ്ങളിലേക്കും ശരീരത്തിലേക്ക് ഒഴുക്കണം കർത്താവേ. കർത്താവേ, അങ്ങയുടെ ദിവ്യ മഹത്വത്തിലൂടെ, അങ്ങയുടെ സാന്നിധ്യത്തിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സമരിയക്കാരെ വിശുദ്ധിയാക്കിയതുപോലെ, പാപിനെ വിശുദ്ധിയാക്കിയതുപോലെ ദൈവമേ ഞങ്ങളെല്ലാം വിശുദ്ധരാക്കി മാറ്റണം, വിശുദ്ധരാക്കണമേ. ഈശോയെ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട മകളെ അങ്ങ് വിശുദ്ധീകരിച്ചതുപോലെ, അങ്ങയുടെ സാന്നിധ്യത്തിൽ വിശുദ്ധീകരിച്ചതുപോലെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ വേട്ടയാടുന്ന വ്യഭിചാരത്തിൻ്റെ ജഡികപാപങ്ങളുടെ ദുർഭൂതങ്ങളെ ഇപ്പോൾ ഞങ്ങൾ അകറ്റുന്ന കർത്താവേ. അങ്ങനെ വലിയ സൗഖ്യവും ഗുരു തരണമേ കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളെ തകർക്കുന്ന, യുവാക്കളെ യുവതികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, കുടുംബജീവിതങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഈ കാലഘട്ടത്തിൽ തന്നെ അധപ്പതനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ജഡിക പാപത്തിൻ്റെ അടിമത്തുനിന്ന്, സാത്താൻ്റെ അടിമത്തുനിന്ന് കർത്താവേ ദേശങ്ങളെ മോചിപ്പിക്കണേ, കുടുംബങ്ങളെ മോചിപ്പിക്കണമേ കർത്താവേ. കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക ദൈവമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കാൻ, ജീവിതം അങ്ങേക്ക് വിട്ടുതരാൻ, അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കാൻ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ, അങ്ങയുടെ മനസ്സിനിണങ്ങിയ മക്കളായിട്ട് ജീവിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളങ്ങെ ആരാധിക്കുന്ന കർത്താവേ. അത്ഭുതം പ്രവർത്തിക്കണമേ. പാടുമേ ഞാൻ ഗീതികളാലേ നിന്നവദാനങ്ങൾ
കെട്ടഴിയട്ടെ, ബന്ധന കഴിയട്ടെ, സാത്താന്റെ കെട്ടഴിഞ്ഞു പോട്ടെ, യേശു തഴിയട്ടെ. എല്ലാ പാപത്തിലും കെട്ടഴിച്ചു കൊടുക്കും. വിശുദ്ധി 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 തരണേ, വിശുദ്ധി 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 തരണം. കണ്ട വിശുദ്ധി മതി കർത്താവേ. വിശുദ്ധി, വിശുദ്ധിയുള്ള മനസ്സ്, വിശുദ്ധിയുള്ള ഹൃദയം, വിശുദ്ധിയുള്ള ജീവിതം തരണമേ. വാക്കിലും പ്രവൃത്തിയിലെല്ലാം വിശുദ്ധി ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. മഹത്വം 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 മഹത്വം. ദേശം മുഴുവനും വിശുദ്ധീകരിക്കപ്പെട്ടെ, എല്ലാ കുടുംബങ്ങളും വിശുദ്ധീകരിക്കപ്പെട്ടെ, എല്ലാ മക്കളും വിശുദ്ധീകരിക്കപ്പെട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ.